ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അയ്യോ, ഇപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു കണ്ടന്റും കിട്ടുന്നുണ്ടായിരുന്നില്ല. സംസാരിക്കാൻ എന്താ ചെയ്യേണ്ടത്, പിന്നെ അത് തന്നെ കണ്ടന്റ് ആക്കാലോ എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ചില സിറ്റുവേഷനിൽ ബ്ലാങ്ക് ആയി പോകാറുണ്ട്. അടുത്തത് എന്ത് ചെയ്യണം, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യണ്ടേ ഒന്നും അറിയില്ല. നമുക്കെന്ത് തോന്നും, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ സ്ഥിരം വീഡിയോ ഇട്ട് വരികയാണ്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ ആലോചിച്ചു എന്ത് കണ്ടതിനെ കുറിച്ച് സംസാരിക്കാമെന്ന്. എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം എന്താ സംസാരിക്കേണ്ടതെന്ന് കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് കിട്ടുന്നില്ല. എൻ്റെ ലൈഫ് എങ്ങോട്ടാണ് മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ ഞാൻ ആലോചിച്ചു. ഞാൻ അതിനെക്കുറിച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പറയാമല്ലോ എന്ന് വിചാരിച്ചു. ബട്ട് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ പ്രോപ്പർലി ബ്ലാങ്ക്ഡാണ് ലൈഫിൽ. ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 സ്റ്റെപ്പ് ഇപ്പോൾ എടുത്തു. ഒന്ന്, ജോലിക്ക് പോകുന്നുണ്ട്, 2 വീഡിയോ എടുക്കുന്നുണ്ട്, യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും? ആ ഒരു ബ്ലാങ്കിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം എനിക്കിനി അറിയില്ല. ഞാൻ 2 സ്റ്റെപ്പ് എടുത്തു എന്ന് വെച്ചാൽ ലൈഫിൽ യൂട്യൂബ് വഴി മറ്റെന്താ പറയുക, ഫെയിം, മണി അങ്ങനത്തെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ജോലിക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി ഈ ജോലിയിൽ മറ്റെന്താ പറയുക, കുറേ നാൾ നമ്മൾ പോയാൽ മാത്രമാണ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുക. അത് ചെന്ന ഉടൻ തന്നെ മാനേജറുടെ കസേരയിൽ ഇരുത്തില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്താണെന്നുള്ള തോട്ട്സ് എപ്പോഴും വരും. അപ്പോൾ ഞാൻ തന്നെ കൺഫ്യൂസ് ആവും. കാരണം എന്താ ചെയ്യലി, കാരണം കഴിഞ്ഞു, ഇനി കൂടുതലൊന്നും ചെയ്യാതെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഫാറ്റ് ലോസ് ചാലഞ്ച് ചെയ്യുന്നുണ്ട്, അതിനി ഓരോരോ വീക്കിൽ അപ്ഡേറ്റ് ആകുമ്പോൾ മാത്രമാണ് അത് ഇതാവാറുള്ളത്. എനിക്കറിയില്ല എത്ര പേർക്ക് ഇങ്ങനെ ലൈഫിൽ ഉണ്ടാവാറുണ്ടെന്ന്. കാരണം നമ്മൾക്ക് ഒരു ദിവസം പോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ കടന്നു പോകും. ഞാനിപ്പോൾ എൻ്റെ കേസിൽ രാവിലെ എഴുന്നേൽക്കുന്നു, വീഡിയോ എടുക്കുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു, കിടന്നുറങ്ങുന്നു, റിപ്പീറ്റ് പിറ്റേ ദിവസം സെയിം റിപ്പീറ്റേഷനാണ് പിന്നെ. അപ്പോൾ ഞാനിന്ന് പെട്ടെന്ന് ചിന്തിച്ചു എന്ത് ചെയ്യാൻ, ഇനി എന്തെങ്കിലും ഇപ്പോൾ വീഡിയോയിലായാലും എന്തെങ്കിലും പുതുമ എന്തെങ്കിലും കൊണ്ടുവരണ്ടേ. അപ്പോൾ അത് ഓർമ്മയില്ല. പിന്നെ ജോലിയുടെ കേസിൽ സെയിം ജോലി തന്നെയാണ്. അതെല്ലാ ദിവസവും നമ്മൾ ചെല്ലുമ്പോൾ ജോലി എന്താ വെച്ചാൽ അത് പറയും. അപ്പോൾ നമ്മുടെ കേസിൽ ആകെ ഒരു ഇത് പ്രോപ്പർലി പ്ലാൻഡാണ് ഞാനിപ്പോൾ. ഇനി എന്ത് ചെയ്യണമെന്നോ, ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നൊക്കെയുള്ള തോട്ട്സ് വരുമ്പോൾ ഞാൻ ശരിക്കും ലിറ്ററലി എനിക്കൊന്നും ഐഡിയ തന്നെ കിട്ടുന്നില്ല ഇനി എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഇനിയും കുറച്ചുകൂടി ട്രാക്കിലേക്ക് വരാണ്ട്. അതിപ്പോൾ വീഡിയോയുടെ കേസിലായാലും ഓഫ്കോഴ്സ് നമ്മുടെ മറ്റേ ജോലിയുടെ കേസിലായാലും പിന്നെ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ ജേണിയുടെ കേസിലാണെങ്കിലും ആ ട്രാക്കിലേക്ക് എത്താൻ എനിക്ക് ടൈം എടുക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൂടി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, ലൈഫ് കുറച്ചുകൂടിയും എക്സൈറ്റഡ് ആവും. പക്ഷേ ഇപ്പോൾ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കുറവാണെന്നൊരു തോന്നല്. അപ്പോൾ പിന്നെ അങ്ങനെയാണിപ്പോൾ. അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ബ്ലാങ്ക്നെസ്, അതിൻ്റെ ആ ഒരു എന്താ പറയുക, ന്യൂട്രലായിട്ട് പോകുന്ന ആ ഒരു കാര്യത്തിനെ എങ്ങനെയുണ്ട് എന്ന് നിങ്ങളോട് എൻ്റെ ഒരു ഇമോഷണൽ ഫീലിങ്സിൽ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.